ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സത്യമാണ്. ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയുള്ളത് കൊണ്ട് മാത്രമാണ്. പലപ്പോഴും എന്തെല്ലാം സംഭവിക്കാവുന്ന സ്ഥാനത്താണ് ദൈവം നമ്മളെ നിർത്തുന്നതല്ലേ. അപ്പം ഇന്നലെ ഞാൻ പറങ്ങാമ്പഴം ഇങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ട് ചൂടത്തിങ്ങനെ വെച്ചിട്ട് വയറുവേദനയ്ക്ക് നല്ലതെന്ന് പറയാം. അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ ഒരു കമൻറ്റ് വന്ന് ഒരു അനിയൻ കൊച്ചനാ, ചേച്ചി ആ ടിപ്പ് ഓർമ്മ വന്നെന്ന്. ഞാൻ ചോദിച്ചാൽ അറിയാമായിരുന്നു. അറിയാമായിരുന്നു. ഞാൻ ജനിച്ച് നമുക്കൊക്കെ ഈ പരിപാടികളുള്ളതെന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളവരും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ മായ പറഞ്ഞു, ചേച്ചി ഞങ്ങളും കയ്യാല അയ്യം എന്നൊക്കെയാണ് പറയുന്നത്. കണ്ണിത്തുള്ളി ഞങ്ങളും കണ്ണി ഒഴിക്കുമായിരുന്നു മായ. നല്ല അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തെ ഒരു കണ്ണ് ഇങ്ങനെ അങ്ങ് അടയ്ക്കും. നല്ലൊരു തണുപ്പും ഇതൊക്കെയാണ്. ഇപ്പോൾ ഉണ്ടോ എന്തോ ആ സാധനമൊക്കെ മഴ സമയത്ത്. ഇപ്പം ആ ഒരു പോച്ച ഇങ്ങനെ പോച്ചയെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇച്ചിരി നീളത്തിലുള്ള ഒരു പോച്ചയാണ്. അതിൻ്റെ അകത്ത് ഈ കണ്ണിത്തുള്ളി വന്നിരിക്കുന്നത്. എന്തൊക്കെ കാണാൻ എന്ത്. എന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഒരു സൈസ് കായുണ്ട്, മുള്ളുകാ. ഇപ്പം ഞാൻ അതൊക്കെ ഓർക്കും. ഈ പിള്ളേരെന്തെങ്കിലുമൊക്കെ നമ്മൾ വഴക്ക് പറയുമ്പോൾ ചിന്തിക്കും, അയ്യോ നമ്മളും ഇതൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. ഇപ്പോൾ ആരെയും ഇങ്ങനെ സ്കൂൾ വിടുന്ന സമയത്ത് നമ്മുടെ ദേഹത്തും എറിഞ്ഞ് ഓരോരുത്തർ അതൊരു മുള്ളാണ് ഇങ്ങനെ എറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സേൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. അന്നേരം നമ്മളും എറിയും, അവരുടെ ദേഹത്തിലിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ. ചില സമയത്ത് ഇങ്ങനെ നമ്മുടെ കൊച്ചുങ്ങൾ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എടാ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും, ദൈവമേ നമ്മളെ ഇതുപോലെ പറഞ്ഞിട്ടുള്ളതല്ലേന്ന്. ഞങ്ങളുടെ അമ്മയെന്ന് പറയുന്നത് ഞങ്ങളെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവമേ ഭയങ്കര സ്ട്രിക്റ്റ് എന്നല്ല. അന്നൊക്കെ നമ്മുടെ വീടുകളിൽ ടി വി ഇല്ല, ഒന്നുമില്ല. അതിലൊക്കെ ടി വി പോലും കാണാൻ വിടത്തില്ല. രാത്രിയിലൊക്കെ നമ്മളിരുന്ന് കരയും, യോ ടി വി കാണാൻ വിടണേന്ന്. വല്ലപ്പോഴും ഇവിടത്തുള്ളായിരുന്നു, പിന്നെ ഇവിടത്തൊന്നുമില്ലായിരുന്നു. അതാത് ഒരിതില്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അയ്യത്ത് വരെ ഇട്ട് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേടിയും ബഹുമാനവും നമുക്കിപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ ഫ്രീഡം കൊടുക്കരുതെന്നല്ല പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിക്കണം, അവർക്കൊരു ഫ്രീഡം കൊടുക്കണം, നമ്മളുമായിട്ടൊരു അറ്റാച്ച്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവരത് മിസ്യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഷോട്ട് ഇങ്ങനെ ചിലതൊക്കെ വന്ന് കിടക്കുമല്ലേ. അപ്പം ഞാനൊരു ആളുടെ ഒരു ഇത് കണ്ട്, പ്രഗ്നൻ്റാ ആൾ, നിങ്ങൾക്കൊക്കെ കണ്ടു കാണും. ആ വ്യക്തി പ്രഗ്നൻ്റാ, വലിയ സെലിബ്രിറ്റിയാണ്, വലിയൊരാളുടെ മോളാ, 4 പെൺമക്കളാ. ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്നു. എൻ്റെ ദൈവമേ, ഈ മനുഷ്യർക്ക് ഈ അപ്പനും അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തൂടെ മക്കൾക്ക് ഒരു ഭർത്താവിനെയും കൊണ്ട് ഇങ്ങനെ ആക്കുക. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ കാണിക്കുന്നത്? ഓരോരുത്തരുടെയും ഡ്രസ്സിൽ ഞാൻ പറയുന്നത് അവരുടെ ഇഷ്ടമാണ്, അവരെങ്ങനോ ഡ്രസ്സ് ഇട്ട് നടക്കുക. പക്ഷേ ഈ തലമുറകളൊക്കെ ഇതും കാണുന്നതല്ലേ. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പലരും അത് കാണും. അവർക്കൊരു കുഴപ്പമില്ലായിരിക്കും. അപ്പം ചില കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ചിലരുടെ ഡ്രസ്സ് കാണുമ്പോൾ ചിരിക്കും, എനിക്കും അതുപോലുള്ളത് വേണം, എനിക്കും. അതൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല, മാന്യമായ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാൽ. ഇപ്പോഴത്തെ കാലത്തെ അമ്മമാർ ആ മക്കളെ നശിപ്പിക്കുന്നത്. ഞാനിപ്പം പെർഫെക്റ്റാന്ന് പറയുന്നില്ല. ഇപ്പം നമ്മുടെ മക്കളും എങ്ങനെ വെളിയിലൊക്കെ പോയി കാണിക്കുന്നത് നമ്മളും കാണുന്നില്ല. ആരെങ്കിലും ഒരേ കണ്ടിട്ട് വന്നേലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പിള്ളേരെ വെളിയിലോട്ട് പോയിട്ട് പിള്ളേർ നമുക്കൊരു പേടിയാണ്. അപ്പം ഞാൻ ഇപ്പം പ്രീസമ്മ താഴെ കളിക്കാൻ പോകണ്ടേ. ഞാൻ ഇങ്ങനെ എത്തി ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പിള്ളേരുടെ സൗണ്ട് താഴെ കിടന്ന് എത്തി നമ്മുടെ പോള് പറയാം, എന്തുവാ മമ്മി ഇങ്ങനെ നോക്കുന്നേ, അവനൊന്നും അല്ലാതെന്ന്. ഞാൻ പറയടാ, നീ പോയാലും ഞാനിങ്ങനെ, അമ്മമാരങ്ങനെ, മക്കൾ വെളിയിൽ പോയാൽ ഇപ്പം ഇവിടെ കാണും കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയോ എൻ്റെ കുഞ്ഞന്തി. ഈ പിള്ളേർ പോയ ഉടനെ പ്രീസമ്മോനൊരിതുണ്ട്, അവൻ എക്സാമിന് പോകുന്നുണ്ടേ. അവൻ പറയും, പപ്പാടുത്ത് കഴിഞ്ഞ ദിവസം ഞാനന്നേരം വാഷ്റൂമിലായിരുന്നു. അവൻ പപ്പാടുത്ത് പറയുന്നത് കേട്ട്,
അപ്പച്ചനും മമ്മിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന്. മറാഠിയായിരുന്നു അന്ന്. അപ്പം പപ്പ പറഞ്ഞു. എന്നിട്ട് അവൻ പോയി കഴിഞ്ഞ് പപ്പ പറഞ്ഞു, കണ്ടോ അവൻ്റെ ഒരു അന്നേരം ഉടനെ ഇവൻ പോകുന്നതിന് വന്ന് പറയും, മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിരും. പിന്നെ ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും, ഓരോ കുഞ്ഞു പഠിച്ചതെല്ലാം ഓർത്ത് വരണേ, എന്നിട്ട് അവൻ നല്ല മാർക്കോടുകൂടി പാസ്സാവണേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം അവനതൊരു അവൻ്റെ ഒരു വിശ്വാസം. അപ്പച്ചനും മമ്മിയും പ്രാർത്ഥിച്ചാൽ അത് നമ്മൾ അവനെ നിരുത്സാഹപ്പെടുത്തരുത്. കാരണം പഠിക്കുകയും വേണം മക്കൾ. ഞാൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. നമ്മളും പ്രയത്നിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. അവൻ്റെ ആ ഒരു വിശ്വാസം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീഡിയോ ഒക്കെ ഇന്നൊരു അബദ്ധം പറ്റിയ സ്പ്രൗട്ട് കൂട്ടാനുണ്ട് കേട്ടോ, കടലയുടെയും ഗ്രീൻ പീസിൻ്റെയും. അബദ്ധം അത് അവിടെ ഇരുന്ന് മുളച്ച് കിളിച്ചേനെയായിരുന്നു. അപ്പം രാവിലെ ഇന്നലത്തെ ഇച്ചിരി മാവുണ്ടായിരുന്നു, പുതിയ മാവല്ല, ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു. അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ അന്നേരം പോൾമോൻ പറഞ്ഞത്, മമ്മി ആ ദോശയുടെ മുകളിലങ്ങ് ഇന്നലെ ഉണ്ടാക്കിയ പൊട്ടറ്റോ കറി ഉണ്ടല്ലേ, അതങ്ങ് വെച്ചാലും മതി. അന്നേരം ഞാൻ പറയാം, എടാ അത് ഒത്തിരി അങ്ങ് ലൂസാണ്, ഇച്ചിരിയും കൂടെ കട്ടിയായിട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അതിൻ്റെ അത് വെച്ചിട്ട് മസാല ദോശ പോലെ എടുക്കാമായിരുന്നു. അപ്പോഴത്തെ ചായക്ക് തേയില വെള്ളം തിളച്ചു, പാല് ചൂടായി. അപ്പം 4 അടുപ്പും ഇപ്പോൾ ഒരടുപ്പ് വർക്കല്ല, അങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ മറ്റേത്. അപ്പം ഇങ്ങനെ ഇനിയും ദോശയൊക്കെ ഇങ്ങനെ കട്ടി കുറഞ്ഞാകുമ്പം പിന്നെ പൊട്ടറ്റോ കറിയും കൂട്ടി കഴിച്ചു അവർക്ക്. അപ്പോൾ ഓരോ ദിവസം അങ്ങനെ അങ്ങ് തള്ളി നീക്കി. 2 തവ വെച്ച് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച്. രാവിലത്തെ എല്ലാവരുടെയും കഴിഞ്ഞു. അതിനുശേഷം അരി അടപ്പത്തിട്ട് അതൊന്ന് തിളച്ചു, അതിനി ഓഫാക്കിയിടണം. ഇപ്രാവശ്യം പുതിയ അരി വാങ്ങിച്ചത് ഭയങ്കര വേവുള്ളയാണ്. എനിക്ക് പക്ഷേ വേവ് അങ്ങനെ ഉണ്ടെങ്കിലും ഈ ചോറ് കഴിക്കാനാണ് ഇഷ്ടം. അത് തണുത്താലും നല്ല കല്ല് പോലെ ഇരിക്കും, അങ്ങനെയുള്ളതാണ് എനിക്കിഷ്ടം. ഇന്ന് തോരൻ വെക്കുന്നത് നമ്മുടെ ബ്രൗൺ കടലയും നമ്മുടെ ഗ്രീൻ പീസും കൂടെ ഞാൻ കുതിർത്ത് വെച്ചിട്ട് സ്പ്രൗട്ടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പയർ സ്പ്രൗട്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ തുണിയിലൊന്നും കെട്ടി വെച്ചില്ല, ആ പാത്രത്തിൽ തന്നെ ഇട്ട് അടച്ച് വെച്ചിട്ട് ഉണങ്ങുന്നുണ്ടേ അത് ഇച്ചിരിച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കും, അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാനൊരു കട്ടിയുള്ള തുണിക്കകത്താണ് കെട്ടിയത്. ആദ്യത്തെ ദിവസം കെട്ടി ഇങ്ങനെ അത് ഇച്ചിരി ഡ്രൈ ആയണേ ഞാൻ ഇച്ചിരി നനച്ച് കൊടുത്തു, തുണിയൊന്ന് നനച്ച് കൊടുത്ത്, എന്നിട്ടൊരു ചരുവത്തിൻ്റെ അകത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു. വെള്ളം താഴെ എങ്ങാനും വീഴുമെന്നും പറഞ്ഞൊരു പാത്രത്തിൻ്റെ അകത്ത് വെച്ചിരുന്നു. 2 ദിവസമായി. അപ്പോൾ 2 ദിവസമായണേ ചെറുതായിട്ട് 1-2 സ്ഥലത്ത് തുണിയുടെ വെളിയിൽ നിന്ന് മുള പൊട്ടി. അപ്പം ഞാൻ ചിന്തിച്ച് ബാക്കിയും കിടന്നാൽ ഒന്ന് പൊട്ടാട്ടെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അത് 3-ാം ദിവസം രാവിലെ ആയതുകൊണ്ട് ഈ ഉണ്ടാക്കുന്നതിൻ്റെ രാവിലെ ഞാനൊന്ന് അഴിച്ചു നോക്കി. ഇത്രയും ദിവസമായിട്ട് എന്താ വെളിയിൽ മുള പൊട്ടാത്തേ, ഒന്ന് അഴിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയോണ്ട് എൻ്റെ പൊന്നോ, അത് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് കാണാം, നന്നായിട്ടങ്ങ് മൊത്തത്തിൽ മുള പൊട്ടി അങ്ങ് വലുതായി. ഇത് നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ഇല വന്നിട്ട് നമുക്ക് ആ ഇല ഇങ്ങനെ കണ്ടിച്ച് തോരൻ വയ്ക്കാമായിരുന്നു. പണ്ട് ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. ഇതങ്ങനെ കുറച്ചുകൂടെ വെച്ചിരുന്നാൽ ഇത് ഇങ്ങനെ ഇതാണെങ്കിൽ അങ്ങ് ശരിക്കും മുള പൊട്ടി. പിന്നെ ഞാൻ ഒട്ടനെ എടുത്തന്നങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ച് ഞാൻ ഓയിലൊഴിച്ച് ഇച്ചിരി ജീരകവും ഇട്ട് പൊട്ടിച്ച് കടുകും ഇട്ട്, പിന്നെ സവാളയും കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് സവാള വഴന്ന് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ചേർത്ത്, എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഇച്ചിരി ഉണങ്ങിയ കറിവേപ്പിലയായിരുന്നു, അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. നല്ല പച്ചക്കറിവേപ്പിലയായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് പൊടിയൊക്കെ ചേർത്തത്.
ഞാൻ ഇതുവരെയും ഗ്രീൻ പീസ് ഇങ്ങനെ മുളപ്പിച്ച് ചേർത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിലേക്ക് മുളച്ച കടലകൾ കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് ഇച്ചിരി വേവണമല്ലോ, നന്നായിട്ട് മുള പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒന്നും ഇത് ഇവിടെ പോള് കഴിക്കും, പ്രൈസും കഴിച്ചില്ല, പോള് കഴിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് ഇഷ്ടമായി. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച പയർ സ്പ്രൗട്ട് വെച്ചില്ലേ, അതും അവന് ഇഷ്ടമായി. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുകയും ചെയ്തു, മമ്മി ഇത് വെളിയിൽ നിന്ന് വാങ്ങിക്കുവാന്നോ, എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു അല്ലടാ, ഞാൻ ഉണ്ടാക്കിയതാണ്, എന്നാൽ കുറച്ച് ഉണ്ടാക്കി വെക്കണേ, ഇടയ്ക്ക് എനിക്ക് കഴിക്കാനാന്ന് പറഞ്ഞു. അതിന് എത്ര ദിവസം അതിൻ്റെ ടേസ്റ്റ് കാണുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് എനിക്ക് അന്നത്തെ പയറിനേക്കാൾ എനിക്കിഷ്ടമായത് ഇത് കുറേയും കൂടി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത്രയും വെള്ളം കിടക്കട്ടെ, അതൊന്ന് വേവട്ടെ. ഇത്തിരി കടലയല്ലേ, കടലയും ഗ്രീൻ പീസും അല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിളച്ചിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കും. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതവിടെ അടപ്പത്തിട്ടിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇന്ന് വെളിയിൽ പോയിട്ട് വന്നുണ്ടേ. ഇപ്പം ഇവിടെ മാങ്ങ സീസണാണ്. ഈ ആപ്പൂസ് എന്നും പറഞ്ഞൊരു മാങ്ങയുണ്ട് ഇവിടെ. അത് ഇത്തിരി വിലയുള്ളതാണ്. ചില സമയത്തൊക്കെ കിട്ടുന്ന ഇവന്മാർ കളിപ്പിക്കും, ഈ കച്ചിയൊക്കെ വെച്ചിട്ട് ബോക്സിലാണെന്ന് പറഞ്ഞ് ഡസന് നല്ല വിലയാണ്. അപ്പം ബൈ ചാൻസിൽ ഇതുപോലെ പുളിപ്പുണ്ട്. വെച്ചാൽ ഇന്ന് കൊണ്ടുവന്നു 200 രൂപയായിരുന്നു, 6 5 കണ്ട്. അപ്പം ഞാനാണെങ്കിൽ അത് അന്ന് വൈകിട്ട് തന്നെ എടുത്ത് ചെത്തിയൊണ്ണെ കണ്ടിട്ട് നല്ല പഴുത്തതുപോലെ ഇരിക്കുമല്ലായിരുന്നോ. അത് ഇച്ചിരി മണവും ഉണ്ടായിരുന്നു, ഒട്ടും മധുരമില്ല. മധുരം മീൻസ് പുളിയായിരുന്നു. അങ്ങനെ ബാക്കി 5 എണ്ണമായിരുന്നു, ബാക്കി 2 എണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇരുന്നിട്ട് ഇപ്പം നല്ല ചൂടുമല്ലേ, അപ്പോഴത്തേക്കിനും അത് കുറേ കിടക്കുന്ന റീച്ച എന്നോട് ഞാൻ പറഞ്ഞ റീച്ച കൊണ്ടുവന്നത് വെറുതെ ആയിപ്പോയി, ഇപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും മധുരം അല്ലാത്തത്. ഇത് ജൂണൊക്കെ ആകുമ്പം തീരാറാവും. അപ്പോൾ റീച്ചൻ പറഞ്ഞ അന്നേരം ഇരിക്കുവാണെങ്കിൽ അത് പഴുക്കുമായിരിക്കുമോ, ഞാൻ പറഞ്ഞ അറിയത്തില്ലെന്ന്. പക്ഷേ ഇന്നെടുത്ത് പുളിയിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ആ 2 എണ്ണം. ആദ്യത്തെ 3 വെറും പുളിയായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങോട്ട് 2 പൈസ അങ്ങോട്ട് വായിലോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനങ്ങനെ മാങ്ങ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മാങ്ങ ഈ കഴിക്കുമ്പോൾ ഈ അല്പമെങ്കിലും ഷുഗറുള്ളവർ ഈ മാങ്ങ കഴിച്ചാൽ ഭയങ്കരമായിട്ട്, മാങ്ങ പൈനാപ്പിൾ ഇതിലൊക്കെ ഭയങ്കര ഷുഗറുള്ളതാണ്, ഗ്രേപ്സ് ഇതിലൊക്കെ. അപ്പം ഞാൻ ചെത്തിയ വഴിക്ക് ഒരു പീസ് എടുത്ത് എങ്ങനെയാണെങ്കിലും നമ്മളൊന്ന് വായിട്ട് നോക്കുവേ. അങ്ങനെ വായിട്ട സമയത്ത് പല്ലങ്ങ് പുളിച്ചു പോയി. പിന്നെ പ്രൈസൻ രാത്രി പറഞ്ഞു, പപ്പാ മധുരം ഇല്ലായിരുന്നെന്ന്. ഇന്ന് വീണ്ടും ഒരു ഓമയ്ക്ക കൊണ്ടുവന്ന്, ഞാനത് എടുക്കാൻ പോയില്ല. ഇതൊന്ന് ഞാനൊന്ന് രാവിലെ കൊണ്ടുവന്നേ, ഞാനെല്ലാം ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച്, എനിക്കിങ്ങനെല്ലാം ഒതുക്കി വെച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു മോരുകറി വെക്കാമെന്ന് വെച്ച്. മോരുകറി ഇന്നും തേങ്ങ അരച്ചൊന്നും അല്ല വെക്കുന്നതെങ്കിലും സാധാരണ ഞാനെന്നും മോര് ആദ്യം ചൂടാക്കിയിട്ട് കടുക് ലാസ്റ്റ് വറക്കുമല്ലേ, ഇന്ന് തിരിച്ചാണ് ചെയ്തത്. ഇങ്ങനെ കടുകെല്ലാം വറുത്ത് കഴിഞ്ഞ് ഇത്തിരി മോര്, മോൻ 2-3 ദിവസം കൊണ്ട് മോരില്ലാതെ വിഷമിക്കുമല്ലേ, അപ്പം ചിന്തിച്ച് ഇച്ചിരി മോരങ്ങ് ഉണ്ടാക്കി കൊടുത്തേക്കാന്ന്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് റൂമിലെ ഫാൻ, നിങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടേ, കീ 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 ഒരു സൗണ്ട്. എന്തുവന്നോ, ഫാൻ ഒരു സൈഡിലത്തെ ഫാൻ ഇത് കേടായതാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടത്. അങ്ങനെ റേച്ചാൻ സമയമില്ലാത്തതുകൊണ്ട് വാങ്ങിക്കാതിരുന്നതാണ് പുതിയത് വാങ്ങിക്കണമെന്നും പറഞ്ഞ് 3-4 ദിവസം കൊണ്ട് പുതിയത് വാങ്ങിക്കണമെന്നും പറഞ്ഞിരിക്കുക. അങ്ങനെ ഇന്ന് എന്തോ അന്നേരം രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ പുള്ളിക്കാരനെ വിളിച്ച് അത് ഫാൻ ഫിറ്റ് ചെയ്യണം ഇന്ന്. അങ്ങനെ അതിൻ്റെ പരിപാടിയാണ് അവിടെ. ഈ പുള്ളിക്കാരൻ നമ്മുടെ 9ാം നമ്പറിലെ ഇലക്ട്രീഷ്യനാണ്. ഇയാളെ തന്നെ വിളിക്കണമെന്നില്ല, വേറെ ആരെങ്കിലും വിളിച്ചാലും മതി. നമ്മൾ പിന്നെ ഈ പുള്ളിയെ തന്നെ വിളിക്കുന്നത്. പിന്നെ പുള്ളിക്ക് ഇച്ചിരി ഇത് വെള്ളം കലക്കി കൊടുക്കാമെന്ന് വെച്ച്. പിന്നെ പുള്ളിക്കാരൻ്റെ അടുത്തുണ്ടേ അവർക്കെല്ലാം കൊടുത്തു, ചൂടല്ലേ. അപ്പം എപ്പോഴും പ്രൈസമോൻ ഇല്ലായിരുന്നു, സ്കൂളിൽ പോയേക്കായിരുന്നു, പരീക്ഷയായിരുന്നു. അവനാ എപ്പോഴും ഇതിൻ്റെ പുറകെ, ഫ്രിഡ്ജ് തുറന്ന ഉടനെ ജ്യൂസ് ഇതാന്ന്. പിന്നെ വൈകിട്ട് വന്നിട്ട് പിന്നെ അവനും കൊടുത്ത്. അപ്പം നമ്മുടെ സ്പ്രൗട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി മസാലയൊക്കെ കൂടുതലായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.